ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഹനീൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. ഹനി ഏതാണ്ട് ഒരു മാസത്തെ വിൻ്റർ വെക്കേഷന് ശേഷം ഇന്ന് ദേ സ്കൂളിൽ പോകാൻ പോവാണ്. 10 മണിക്ക് ഹനിയുടെ സ്കൂള്. ഇപ്പം 8:45 കഴിഞ്ഞു. ഹനി ഉണർന്നിരിക്കുകയാണ്, പക്ഷെ ഉറങ്ങുന്ന പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പോയി വിളിക്കാണ്ടേ ഹനി എഴുന്നേറ്റ് വരില്ല, തണുപ്പ് കാരണം. 2 ബ്ലാങ്കറ്റൊക്കെ വച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. ഹനി എണീറ്റോമാ, സ്കൂളിൽ പോണ്ടേ? അത് പറ്റില്ല അണ്ണ, സോറി. ബാ, എഴുന്നേറ്റ് വരൂ. ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ആണ്. അപ്പോൾ ഹണി ട്രാവൽ ലോഗിന് എല്ലാവർക്കും പോയിട്ട് കുളിക്കാം. ആദ്യം ബ്രഷ് ചെയ്യണം. ആദ്യം ഞാൻ പോയിട്ട് ബ്രഷ് ചെയ്യാം. എഴുന്നേറ്റ് ബെഡൊക്കെ നേരെയാക്കി ഇനി ബ്ലാങ്കറ്റൊക്കെ മടക്കി വെക്കാൻ പോവാണേ. നോർമൽ പുതപ്പാണെങ്കിൽ മടക്കി വെക്കുന്നതാണ്. ബ്ലാങ്കറ്റും മടക്കി വെക്കും, പക്ഷെ ഇത്തിരി കഷ്ടപ്പാടാന്നേ ഉള്ളൂ, കുറച്ച് വെയിറ്റ് ഉള്ള കാരണം. പക്ഷെ അത് മടക്കി വെക്കണമെന്ന് എനിക്ക് നല്ല നിർബന്ധമാണ്. നമുക്ക് ഹനീൻ്റെ ബ്ലാങ്കറ്റ് മടക്കുന്ന കഷ്ടപ്പാട് കാണാം. ഭയങ്കര കഷ്ടപ്പാടില്ല. ചൂടുവെള്ളം വേണോ? ഇന്ന് കുറച്ച് തണുപ്പ് കുറവാണ്, അല്ലെങ്കിൽ അതിന് ചൂടുവെള്ളത്തിലാണ് ബ്രഷ് ചെയ്യുക. ഇന്നിപ്പം ഇത്തിരി തണുപ്പ് കുറവുള്ള കാരണം തണുത്ത വെള്ളത്തിൽ തന്നെ ബ്രഷ് ചെയ്യാന്ന് പറയുന്നുണ്ട്. വേഗം വേഗം ആവട്ടെ, സ്കൂളിൽ പോണ്ടേ. ഞാൻ കരിക്കിലേക്ക് വേറെ വന്നു പോയോന്ന് എനിക്കൊരു തട്ടി. വെട്ടത് കഴിഞ്ഞ് എനിക്ക് കുടിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ ഹനീൻ്റെ ടിഫിൻ ബോക്സ് റെഡിയാക്കി. ഇന്ന് ഇഡ്ഡലിയും സാമ്പാറുമാണ് ബ്രേക്ക്ഫാസ്റ്റിന്. ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് സാധാരണ സ്കൂളിൽ ടിഫിനായിട്ട് കൊണ്ടുപോവുക. ഒരു 1:30 ലഞ്ചിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ചു വരും. ഇപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും, പിന്നെ കുറച്ച് കിസ്മിസും നട്ട്സും, പിന്നെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കൊടുത്തു വിടാറുണ്ട്. ഇന്നിപ്പോൾ എനിക്ക് ഗ്രേപ്സാണ് വേണ്ടേ പറഞ്ഞ കാരണം ഗ്രേപ്സും കൊടുത്തു വിട്ടു. പിന്നെ അതേ വെള്ളം. അത്രയാണ് എനിക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാറ്. ഹനീൻ്റെ ടിഫിൻ ബോക്സ് റെഡിയായി. ഇനി നമുക്ക് ഹനിക്ക് യൂണിഫോം ഒക്കെ ഇട്ട് കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് സ്കൂളിൽ വിടാം. റെഡിയായി വന്നു. അപ്പൊ നമുക്ക് ഇനി യൂണിഫോം ഇട്ടാലോ? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനല്ലേ ഇഡ്ഡലിയും സാമ്പാറും. അങ്ങനെ ഞാൻ കൂടിപ്പോകാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പം ഞാനിനി ജ്യൂസൊക്കെ സാധാരണ ഞാൻ ഒറ്റക്ക ഇടാറ്. അമ്മക്ക് റെഡിയൊക്കെ ആവുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ജ്യൂസൊക്കെ സാധാരണ ഒറ്റക്ക ഇടാറ്. ഇങ്ങനെ ഹനി സ്കൂളിൽ പോവാണ്. ഇപ്പോൾ ഇവിടുന്ന് ഒരു 10 മിനിറ്റ് വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ഹനീൻ്റെ സ്കൂളിലേക്ക്. എല്ലാ ദിവസവും ഞാനും കൊണ്ടുവിടാറുണ്ട്, സൈക്കിളിലാണ് പോകുന്നെങ്കിലും. എന്നിട്ട് 1:30 ആകുമ്പോൾ തിരിച്ച് വിളിക്കാൻ പോവാ ചെയ്യാറ്. ഒരു സോക്സ് ഫാക്ടറിയാണേ. നമസ്തേ. ഞാൻ അങ്ങനെ വഴിയിലുള്ളവരൊക്കെ എനിക്ക് നല്ല പരിചയമാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും നമസ്തേ ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ സ്കൂളിൽ പോണേ. രാവിലെ തന്നെ എല്ലാവരും വിഷ് ചെയ്തിട്ടേക്കാൻ.
ഇന്ന് ഇത്തിരി വെയിലുണ്ട്, ഇത്തിരിയല്ല കുറച്ച് കൂടുതൽ വെയിലുണ്ട്. തണുപ്പ് ഏകദേശം മാറി തുടങ്ങി. ജനുവരി 20 ആയല്ലോ. ഇങ്ങനെ ഹനീൻ്റെ സ്കൂളിലെത്തിയത്. ഇതാണ് ഹനീൻ്റെ സ്കൂള്. ആ പൊക്കോ, എത്തി. ബായ് പറഞ്ഞിട്ട് സ്കൂളിൽ പോവാണേ. ആ ഹനി പൊക്കോ. സൈക്കിൾ അകത്താ വർക്ക് ചെയ്യുന്നത്. बाय बाय, ये लीव लेटर देना है. മാറ്റി മേലും കൈക്ക് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഞാൻ ചോറ് കഴിക്കാൻ പോയത് സ്കൂളിൽ വന്നതിന് സ്കൂളിൽ നിന്ന് ഗെയിമൊക്കെ കളിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ കറികളുണ്ട്. പേര് ഞാൻ പറയാം. ബീറ്റ്റൂട്ട് ഉപ്പേരി, പുളിയിഞ്ചി, പപ്പടം, സാമ്പാറ്, ഇത്രയൊക്കെയുള്ളൂ. അപ്പൊ നമുക്ക് ചോറ് കഴിക്കാൻ തുടങ്ങാം. ആദ്യം ഞാൻ പപ്പടം കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത്. ഹനി ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഗ്രേപ്സും കഴിച്ചുകൊണ്ട് ഒരു 5 മിനിറ്റ് ടി വി കണ്ടോട്ടെ എന്ന് പറഞ്ഞ് ടി വി കണ്ട്. 5 മിനിറ്റ് എന്നുള്ളത് അരമണിക്കൂറാവും, 1 മണിക്കൂറാവും, അങ്ങനെയൊക്കെയാണ്. ഇന്നെന്തായാലും അരമണിക്കൂറിൽ നിർത്താനാണ് വിചാരിക്കുന്നത്. കഴിച്ചു കഴിഞ്ഞ് ടി വി കാണുന്നുണ്ട് കുറച്ച് സമയം. അങ്ങനെ കുറച്ച് സമയം കളിച്ചൊക്കെ കഴിഞ്ഞത് ഒരു 4:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ഹനി ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങി. ഇന്ന് 2 ഹോംവർക്കാണ് ഉള്ളത്, ഹിന്ദിയും ഇംഗ്ലീഷും. അല്ലേ ഹനി? നമ്മുടെ സ്കൂളിൽ ഹിന്ദി ഇംഗ്ലീഷും പഠിപ്പിക്കാൻ പോകുന്നത്. ഇപ്പം ഏതാണ്ട് 5:15 ആയി. അപ്പം പിന്നെ ഹനി കോഫി വേണം പറഞ്ഞിട്ട് ഞങ്ങൾ കോഫിയും അച്ചപ്പവും റസ്ക്കും കൂടി കഴിക്കുകയാണേ. ഹനി അതതിൽ മുക്കി കഴിക്കാനുള്ളതല്ല ഹനി. അങ്ങനെ അതേ സമയം 8:30 ആയി. അപ്പം ഹനീൻ്റെ അല്ല, ഞങ്ങളുടെ 2 പേരുടെ ഡിന്നർ ടൈമായി. അപ്പം ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ ഇരുന്നിട്ടാണ് ഉള്ളത്. എൻ്റെ ഡിന്നർ ടൈമായി. അപ്പം ഞാൻ ഡിന്നർ കഴിക്കാൻ ഇരുന്നു. ഇന്ന് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ അമ്മ എനിക്ക് ബ്രെഡ് പീസ് സോസ് തന്നു. നമുക്ക് സോസ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അമ്മ കഴിക്കുന്നില്ല. അപ്പം ഞാനൊന്ന് കഴിച്ചോക്കാം. 9:30 ആയി. ഇത് ഞങ്ങൾ ഉറങ്ങാൻ പോവാണേ. അങ്ങനെ ഞാനും എൻ്റെ അമ്മയും കൂടി ഉറങ്ങാൻ പോവാണ്. ഇത്രയുള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ബൈ ബൈ ടു യു ഉമ്മ. ഗുഡ് നൈറ്റ്.